Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3 റോബസ്റ്റ പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഏത് പഴം ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിന്റെ മധുരത്തിനനുസരിച്ച് കൂടെ പഞ്ചസാരയോ ശർക്കരപ്പാനിയോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈന്തപ്പഴത്തിന്റെ സിറപ്പാണ്. ഇത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയൊക്കെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഒക്കെ മതി കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി വേണേലും ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കേണ്ടത്. നിങ്ങൾ കുഴച്ച് വരുമ്പോൾ കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണേ. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് കൈ ഉപയോഗിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരെ തന്നെ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് 1-2 ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതുപോലെ സ്പൂണിൽ കോരി ഒഴിക്കാവുന്നതാണ്. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലായിരിക്കണേ. ഓരോ തവണ മാവ് കോരി എടുക്കുന്നതിന് മുമ്പും സ്പൂൺ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണേ. അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ മാവ് സ്പൂണിൽ നിന്ന് വിട്ടുപോരത്തില്ല. ഒരു സൈഡ് ആയി വരുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ണിയപ്പക്കാര ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. ഇത് അങ്ങനെ ഒന്നും പാത്രങ്ങൾ കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയാണ് സ്പൂണിൽ കാണിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയാൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ പുറം വശം എല്ലാം മുരിഞ്ഞു കിട്ടും. പക്ഷെ ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണേ. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചായ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വീട്ടിൽ പഴം മേടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.